മുഴുവനും തിരിച്ചു പോരുമ്പോ അന്ന് രാത്രി പള്ളിക്കാട്ടിലെ കള്ളിച്ചെടികൾക്കുള്ളിൽ ഇരുട്ട് വതക്കുമ്പോ അവിടെ നീ ഒറ്റക്ക് കഴിയേണ്ടി വരുന്നതായ അവസ്ഥയിലൂടെ മേടക്ക് പകരം മഴമാ സുബ്ഹാനാ റബ്ബി അതിൽ കിടക്കേണ്ടതാണ് സമാനാ ചിതലും പുഴുക്ക് മളവും പെരുത്തുണ്ടതിൽ സന്തോഷമാണ് ബകൾക്ക് നീ ചെല്ലുന്നതിൽ പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ ചിതലും പുഴുക്കളും നിന്റെ ശരീരത്തിൽ ചെന്ന് മതിക്കുമ്പോ നമ്മുടെ കണ്ണെല്ലാം അഴുകിപ്പോകുമെന്ന് അഴുകുന്നതാണൊരു 3 ദിവസം കൊണ്ട് സുഹൃത്തുക്കളെ നമുക്കുള്ള നേത്രം രണ്ടും ഉടൻ തന്നെ മുഖമിൽ കാണുമേ ഗുഹരണ്ട് നോക്കുന്ന പക്ഷം മണ്ട് ഭയം കൊണ്ടേ ഇതൊക്കെ ശാരീരികമായ നാശങ്ങളാണോ അതിനപ്പുറത്ത് മലായിക്കത്തുകൾ വന്ന് ചോദ്യം ചെയ്യുമ്പോ ഉത്തരം പറയാൻ കഴിയുന്നു മലക്കുകളുടെ ശക്തമായ പ്രഹരമേൽക്കുമ്പോ വേദന സഹിക്കാൻ കഴിയാതെ കബറിൽ കിടന്ന് പുളകുമെന്ന് ഹദീസ് രേഖപ്പെടുത്തി വെക്കുമ്പോ അവിടം കൊണ്ടും അവസാനിക്കുന്നില്ലല്ലോ സൂറെന്ന് പറയുന്ന കാഹളത്തിലൂതപ്പെടുമ്പോ അവരുടെ ശവകുടീരങ്ങളിൽ നിന്നവർ ധൃതിപ്പെട്ടുകൊണ്ട് വരികയാ കാലു അവർ ചോദിക്കുന്നു യാ വൈലനാ ഞങ്ങളുടെ നാശമേ ആരാ ഞങ്ങളെ ഉറക്കിൽ നിന്ന് ഉണർത്തിയത് ഇത് പരമകാരണികൻ കരാർ ചെയ്തതാണ് അവന്റെ ദൈവദൂതന്മാര് സത്യപ്പെടുത്തിയതാണെന്ന് പറയുമ്പോ സഹോദര അത്ഭുതകരമായ ലോകമാ ആരുമാരും രക്ഷിക്കാനില്ലാത്ത ആരുമാരും സഹായിക്കാനില്ലാത്ത ഒരു റെക്കമെൻഡോ ഒരു ശുപാർശയോ നടക്കാത്ത ദിവസമാണെന്ന് പറയുമ്പോ എന്റെ സഹോദരന്മാരെ അമ്പിയാ മുർസലുകൾ കൈമലർത്തി പോകുന്ന ഉമ്മമാർക്ക് മക്കളെ വേണ്ടാത്ത മക്കൾക്ക് മാതാപിതാക്കളെ വേണ്ടാത്ത തന്റെ മടിത്തട്ടിലിട്ട് താലോലി ചോമനിച്ച് വളർത്തിയ മക്കൾക്കെതിരെ ഉമ്മമാര് ശബ്ദിക്കുന്ന നാളാണെന്ന് പറയുമ്പോ അന്ന് മനുഷ്യനെ പരിപൂർണമായി വിചാരണ ചെയ്യുമേ അവന്റെ ഇടത് കൈയിലൂടെ അവൻ ചെയ്ത പ്രവർത്തനങ്ങൾ ഗ്രന്ഥമായി നൽകപ്പെടുമ്പോ അവൻ വിലപിച്ചുകൊണ്ട് ചോദിക്കുന്നു മാലിഹാദൽ കിതാബ് ലാ യുആദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ ഇതെന്തോ ഒരു ഗ്രന്ഥമാണ് നാദാ ചെറുതും വലുതുമായിട്ട് ഒന്നുമേ ഒഴിവാക്കിയിട്ടില്ലല്ലോ നാദാ എന്ന് മനുഷ്യൻ വിലപിച്ചു പോകുമ്പോ പരിപൂർണമായി വിചാരണ ചെയ്യുമേ ആരെന്ന് അണുതൂക്കം നന്മ ചെയ്യുന്നുവോ നിലത്ത് വീഴുന്ന പഞ്ചസാരത്തിരി എടുക്കാൻ വരുന്ന ഉറുമ്പും കൂട്ടത്തിലെ നിസ്സാരമായ ഉറുമ്പിന്റെ ചെറിയ കാലിന്റെ തൂക്കം മാറി നന്മ ചെയ്തുവോ ആ നന്മയെ പോലും അവിടെ ഹാജരാക്കപ്പെടുന്ന ആരെന്ന് അണുതൂക്കം തിന്മ ചെയ്യുന്നുവോ ചെറിയൊരു താരത്തിലൂടെ കടന്നു വരുന്ന പ്രകാശത്തിലൂടെ പാറിക്കളിക്കുന്ന ധൂളത്തിലെ നിസ്സാരമായൊരു ധൂളത്തിന്റെ കനമെങ്ങാനും ആര് തിന്മ ചെയ്യുന്നുവോ ആ തിന്മയെ പോലും അവിടെ ഹാജരാക്കപ്പെടുന്ന അന്ന് മീസാനും സത്യമാണെന്ന് 9-ാം അധ്യായത്തിന്റെ 10-ാമത്തെ ആയത്ത് പഠിപ്പിക്കുമ്പോ ഫലനസ്അലന്നല്ലദീന ഉർസില ഇലൈഹിം വലനസ്അലന്നൽ മുർസലീൻ 9-ാം അധ്യായത്തിന്റെ 9-ാമത്തെ ആയത്ത് അന്ന് നബിമാരും ജനങ്ങളും പരിപൂർണമായും ചോദ്യം ചെയ്യപ്പെടുന്ന നാളിലൂടെ നരകത്തിലേക്ക് പോകേണ്ടി വരികയാണോ സഹിക്കാൻ കഴിയില്ലല്ലോ ഇന്ന അഹ്വനു അഹ്ലിന്നാരി അദാബാ നരകത്തിന്റെ ആളുകളിൽ നിസ്സാരമായ ശിക്ഷ അവരുടെ കാൽപാദത്തിനടിയിൽ ഒരു തീക്കനൽ വെക്കുമ്പോ അവരുടെ തലച്ചോറ് പോലും തലച്ചമറിയുന്നത് ഏറ്റവും നിസ്സാരമായ ശിക്ഷയാണെങ്കിൽ ഇല്ല റബ്ബേ അത് സഹിക്കാനുള്ള ശേഷി ഞങ്ങൾക്കില്ല നാദാ നരകത്തിൽ നിന്ന് കാക്കണേ റബ്ബേ എന്നല്ലാഹുവിനോടൊന്ന് തേടാൻ ചെമ്പിരാലുള്ള നഖങ്ങളെ കൊണ്ട് സ്വന്തം ശരീരം മാന്തിപ്പൊളിക്കുന്നവരും കുടൽമാല പുറത്ത് ചാടി കഴുത ആസുകല്ലിനെ വട്ടം ചുറ്റുന്ന പോലെ നട്ടം തിരിയുന്നവരും ആ നരകത്തിന്റെ കാഴ്ചകളാണെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെടേണ്ടേ സഹോദരന്മാര് ഓടിക്കുന്ന മോട്ടോർ സൈക്കിളിന്റെ സൈലൻസർ അങ്ങാൻ
എങ്ങാനും ഒന്ന് കാലിന്റെ മേലെ തട്ടുമ്പോ ആഴ്ചകളോളം ഉറക്കം നഷ്ടപ്പെടുന്ന നാം എങ്ങനെയാ ആ നരകത്തിന്റെ തീരെ സഹിക്കുക? ഒരു മെഴുകുതിരിയെങ്ങാനും കത്തിച്ചു വെച്ചുകൊണ്ട് അതിന്റെ തിരുനാളമെങ്ങാനും കയ്യിന്റെ മേലെ തട്ടുമ്പോ വേദന കൊണ്ട് കൈവലിക്കുന്ന നാം എങ്ങനെയാ ആ നരകത്തിന്റെ തീയിൽ നമ്മൾ കഴിയുക? അതുകൊണ്ട് രക്ഷപ്പെടേണ്ട സഹോദരന്മാര്, എന്റെ ശബ്ദം ശ്രവിക്കുന്നവരിൽ മുസ്ലിയാക്കന്മാരുണ്ടോ? സ്നേഹത്തോടുകൂടെ പറയട്ടെ, അല്ലാഹുവിന്റെ ആയത്ത് വിറ്റുകൊണ്ട് ഭക്ഷണം കഴിക്കുകയാണോ? അവരുടെ വയറുകളിൽ അവർ തീയല്ലാതെ നടക്കുന്നില്ല. മറ്റൊരിടത്ത് അല്ലാഹു പറഞ്ഞില്ലേ, ശപിക്കുന്നവര് മുഴുവനും അവർ ശപിച്ചുകൊണ്ടിരിക്കുമേ. അതുകൊണ്ട് സഹോദര, നാളെയുടെ വിജയത്തിന് വേണ്ടി കൃത്യമായ തൗഹീദിൽ അധിഷ്ഠിതമായ ബിദ്അത്തുകളെ പരിപൂർണമായി ഒഴിവാക്കുന്ന, രണ്ട് തെറ്റ് ചെയ്തവർക്ക് ഒരിക്കലും മോചനമില്ല. ബിദ്അത്തും ശിർക്കും, ബിദ്അത്ത് ചെയ്തവരെ ഹൗദുൽ കൗസർ പോലും ഇല്ലാതെ അവൻ വലയും. ശിർക്ക് ചെയ്തവൻ ഒരു കാലത്ത് മോചനമില്ലാതെ അള്ളാഹുവിനോട് പറയും, നാദാ ഒന്ന് മടക്കി തരുമോ റബ്ബേ? അല്ലാഹു തആല പറയും, അനുഭവിച്ചോ, നീ അനുഭവിച്ചോ, നീ സമ്പാദിച്ചതല്ലടാ. അല്ലാഹ് പറയില്ലേ? അതുകൊണ്ട് അവിടുത്തെ മോചനത്തിന് വേണ്ടിയിട്ടാ സഹോദരന്മാരെ. നിങ്ങൾ ആലോചിക്ക്. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. രണ്ട് വിഭാഗം ആളുകളും അല്ലാഹുവിന്റെ അടുക്കൽ ഹാജരാക്കപ്പെടുമ്പോ അല്ലാഹു പറയാ, അല്ലാഹു അല്ലാത്തവരോടും പ്രാർത്ഥിച്ചാൽ കുഴപ്പമൊന്നുമില്ല എന്ന് അല്ലാഹു പറഞ്ഞാൽ അല്ലാഹുവിനെ മാത്രം തേടി എന്നുള്ളതിന്റെ പേരിൽ മുജാഹിദുകൾ അല്ലാഹു നരകത്തിൽ എറിയുമോ? ഒരിക്കലുമില്ലല്ലോ. നേരെ മറിച്ച് ഖുർആൻ ഖണ്ഡിതമായി പഠിപ്പിച്ച, ഹദീസിന്റെ ഖണ്ഡിതമായ നസ്സോടുകൂടെ ഏകദൈവാരാധന പഠിപ്പിക്കുമ്പോ, പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രമെന്ന് പറയുമ്പോ അല്ലാഹു അല്ലാത്തവനോട് ആരാധിച്ചവന്റെ അവസ്ഥ എന്താ? ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവൻ അല്ലാഹു സ്വർഗ്ഗം എന്നുള്ളത് ഹറാമാക്കിയിട്ടുണ്ടോ? വമഅവാഹു നാർ, അവന്റെ സങ്കേതം നരകമാണെന്ന് പരിശുദ്ധ ഖുർആനിന്റെ 5-ാം അധ്യായത്തിന്റെ 72-ാമത്തെ ആയത്തിലൂടെ. എന്റെ സഹോദര, അവിടുത്തെ മോചനത്തിന് വേണ്ടി ഒന്നും വേണ്ട, ഒന്നും വേണ്ട. അല്ലാഹുമ്മ അൻത ഷാഹിദ്, അല്ലാഹുവേ നീ സാക്ഷിയാണ് റബ്ബേ. ഈ പ്രദേശത്തിന്റെ ആളുകൾക്ക് നിന്റെ തൗഹീദിന്റെ ശബ്ദം ഇതാ എത്തിച്ചു കൊടുത്തിരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കാം. നിങ്ങളോട് ഇത്രയും പറഞ്ഞത് ആ ഒരു ദഅവത്തിന്റെ ബോധമുള്ളത് കൊണ്ടാ. നിങ്ങൾ ആരെയും വെറുപ്പിക്കാനല്ല പൊന്നുമോനെ. നിന്നോടുള്ള വെറുപ്പ് കൊണ്ടല്ലടാ, നിന്നോടുള്ള വിദ്വേഷം കൊണ്ടല്ലടാ, നിന്നോടുള്ള സഹതാപം കൊണ്ട്, നിന്നോടുള്ള വേദന കൊണ്ട്, നിന്നോടുള്ള സ്നേഹം കൊണ്ടാ. നാളെ റബ്ബിന്റെ കോടതിയിൽ രക്ഷപ്പെടണോ? നീ അനുകരിച്ചോ, നീ പഠിച്ചോ, നീ ചിന്തിച്ചോ, നീ അറിഞ്ഞോ, മുഴുവനും അല്ലാഹുവിൽ ബരമേൽപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കാം. ഞങ്ങളുടെ ദൗത്യം ഞങ്ങൾ നിർവഹിക്കുന്നു എന്ന് മാത്രം. ആരോടും വെറുപ്പില്ല, ആരോടും വിദ്വേഷമില്ല, ആരോടും പകയില്ല. എല്ലാവരോടും സ്നേഹം മാത്രം. അല്ലാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ ജീവിക്കുക. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ എന്നെ കൂടെ ഉൾപ്പെടുത്തണമേ എന്ന അവസ്ഥയോടുകൂടെ അതാ നാളെ കത്തിയാളും നരകത്തിന്റെ വിറകുകളാക്കി ഞങ്ങളെ നീ മാറ്റില്ല തമ്പുരാനെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.